കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, ആദിയിൽ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദിയിലേക്ക് പോകണം. ഉൽപ്പത്തിയിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാ സൃഷ്ടിച്ച? യേശുവാ സൃഷ്ടിച്ച. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള വചനത്താൽ വെളിച്ചമുണ്ടായി. അപ്പോൾ ഭൂമി പെർഫെക്റ്റായിട്ടാണ് ഉണ്ടാക്കിയത്. അത് വീണുപോയി, അല്ലെ പാഴായി ശൂന്യമായി പോയി. അതിനെ റെസ്റ്റോർ ചെയ്തു വചനം. മനുഷ്യനെ പെർഫെക്റ്റായിട്ടാണ് ഉണ്ടാക്കിയത്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. പക്ഷെ വീണുപോയി. പക്ഷേ റെസ്റ്റോർ ചെയ്യാൻ മനുഷ്യൻ്റെ ശരീരത്തിൽ ജഡശരീരമെടുത്ത് വചനം വന്നു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത്. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിച്ചം ഉണ്ടായി, അതിനുശേഷം സകലതും ഉണ്ടായി. നമ്മുടെ വിഷയത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, വചനത്തിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിച്ചമല്ല എല്ലാം തുടങ്ങിയത്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ വചനത്തിലെ ജീവനാണ് വെളിച്ചം തരുന്നത് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് കൺവെൻഷനുകൾ ധാരാളമായി നടത്തുന്നത്. അതുകൊണ്ടാണ് എല്ലാ സഭായോഗങ്ങളിലും മീറ്റിങ്ങുകളിലും വചന ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നതും. വിശ്വാസികളും അല്ലാത്തവരുമായവർ വചനം ധ്യാനിക്കണമെന്ന് നമ്മൾ കൂടുതൽ പറയുന്നത്. കാരണം വചനത്തിൽ ജീവനുണ്ട്. ആ ജീവൻ നിനക്ക് വെളിച്ചമാണ്. കാരണം ഈ വചനം പൊരുൾ തിരിഞ്ഞു വന്നാൽ അത് നിനക്ക് വെളിച്ചമാണ്. ജോലിയില്ലാത്തവന് വചനം ധ്യാനിക്കുമ്പോൾ വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടിയാൽ അവന് ജോലി കൊണ്ട് കൊടുക്കും. അത് ഭക്ഷണമില്ലാത്തവൻ ഭക്ഷണം കൊണ്ട് കൊടുക്കും. കുടുംബകലഹമുള്ളവൻ്റെ വീട്ടിൽ ഈ വെളിച്ചം വന്നാൽ കുടുംബകലഹം മാറും. പാപത്തിൻ്റെ പിടിയിലായി ലോകത്തിൻ്റെ മോഹങ്ങളിൽ പിടിപെട്ട് കിടക്കുന്ന മനുഷ്യനെ ഈ വചനത്തിലുള്ള വെളിച്ചം ദൈവസഭയിലേക്ക് കൊണ്ടുവരും. അവനെ അനുഗ്രഹിക്കപ്പെട്ടവനാക്കും. നമ്മുടെ നാട്ടിൽ ഒരാൾ തകർന്നു പോയാൽ, ഒരു കുഴി വീണാൽ, അവനൊന്ന് പിടിച്ച് കയറി മോളി വന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലും സമൂഹം സമ്മതിക്കില്ല. നമ്മളാരെയും കുറ്റം പറയുന്നത് ശരിയല്ല. എന്നാലും കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് 4-ാം നിലയിൽ നിന്ന് വീണിട്ട് അത്ഭുതകരമായിട്ട് ദൈവം രക്ഷിച്ചു. ചില മനുഷ്യരിലൂടെ ദൈവം അത് ചെയ്തു. പക്ഷെ സമൂഹം ആ കുഞ്ഞിൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി അവർ ആത്മഹത്യ ചെയ്തു. കണ്ടോ? അപ്പോൾ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്താലും അതിൻ്റെ സന്തോഷവും അനുഗ്രഹവും അനുഭവിക്കാൻ പറ്റാതെ വണ്ണം എതിർക്കുന്ന ഒരു ഇരുട്ട് ഈ സമൂഹത്തിലുണ്ട്. അവിടെ തോറ്റുകൊടുക്കുകയല്ല വേണ്ടത്, ആത്മഹത്യ ചെയ്യുകയല്ലായിരുന്നു വേണ്ടത്. ദൈവം നീതീകരിച്ചവനെ ആരെ കുറ്റം വിധിക്കുമെന്ന് പറയാൻ തക്കവണ്ണം കർത്താവിൽ അഭയം തേടണമായിരുന്നു. എല്ലായിടത്തും ദൈവസഭയുണ്ട്. നിങ്ങൾ ദൈവസഭയിൽ അഭയം തേടണമായിരുന്നു. അവിടെ ഒരിരുട്ടും വന്ന് കളിക്കുകയില്ല, ഒരായുധവും നിന്നെ തൊടുകയില്ല. തീയിൽ പണി ചെയ്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കൊല്ലനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. കൊല്ലൻ എന്നുള്ള വാക്ക് പണ്ട് ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഈ തീ ഉണ്ടാക്കുന്നവരെല്ലാവരും കൊല്ലന്മാരാണ്. അത് ആറ്റം പാമ്പ് ഉണ്ടാക്കുന്നവനാണെങ്കിലും, ഇവിടെ ചെറിയ ആപ്പ് ഉണ്ടാക്കുന്നവനാണെങ്കിലും കൊല്ലനാണ്. അവനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിക്കാൻ സംഹാരകനെ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്കിലും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. കണ്ടോ പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. എല്ലാ മനുഷ്യർ അപ്പ എന്ന് വിളിക്കാൻ പറ്റിയ കണക്ക് അവൻ ദൈവപിതാവാണ്. ഇവിടെ ജാതിയും മതവും ഒന്നുമല്ല വിഷയം, മനുഷ്യനാണ് വിഷയം. അവൻ ജീവിക്കണം, മരിക്കാതെ ജീവിക്കണം, ആരെയും പേടിക്കാതെ ജീവിക്കണം, ഇരുട്ടിന് തോക്കാതെ ജീവിക്കണം. അതിന് വചനത്തിന് കഴിയും. വചനത്തിൽ ജീവനുണ്ടതും മനുഷ്യന് വെളിച്ചമാണ്. ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സങ്കീർത്തനം 23 പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും പേടിക്കില്ല. കാരണം എന്താ? വെളിച്ചമല്ലേ എൻ്റെ അകത്തിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. സ്വർഗം നിങ്ങൾക്ക് കൃപ നൽകട്ടെ, ധൈര്യം നൽകട്ടെ. ഏത് പ്രശ്നമാണെങ്കിലും അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. നാശവും ക്ഷാമവും കൊണ്ട് ഞാൻ ചിരിക്കും എന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ
ഒന്നിനെയും ഭയമില്ലാത്തതായി ദൈവം അതിനെ ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു സൃഷ്ടിയെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഏത് വിഷയത്തിലും പോസിറ്റീവായി ചിന്തിക്കാൻ, ഒന്നിനെ ഭയപ്പെടാത്തവരായി മാറുവാൻ കർത്താവിൻ്റെ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.